കേരളത്തിൽ സയൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് വളർന്നു വന്ന ആളുകൾക്ക് രണ്ട് ഓപ്ഷനെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ട് വെർട്ടിക്കൽ മാത്രമേ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവൈലബിൾ ആയിട്ട് പണ്ടേ ആളുകൾ കേട്ട് വളർന്നിട്ടുള്ളൂ. ഒന്ന് എൻജിനീയറിങ്, രണ്ടാമത്തതാണ് മെഡിക്കൽ. അപ്പം സയൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ഒരു കുട്ടി ആയിത്തീരേണ്ടത് സയൻറ്റിസ്റ്റ് അല്ലേ? ഈ ഒരു തോട്ട് എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നു. നമ്മൾ ചെറുപ്പം തൊട്ട് തന്നെ ചില ആളുകളൊക്കെ ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ പോലെ സയൻറ്റിസ്റ്റുകളാവണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഐസക് ന്യൂട്ടൻ്റെ ഒക്കെ പോലെയുള്ള, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റിക്കൊക്കെ വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സയൻറ്റിസ്റ്റുകളാവണം എന്ന് പറയുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് കരിയർ ഒന്നുമില്ലേ? സാധാരണ BScക്ക് പോവുക അല്ലെങ്കിൽ MScക്ക് പോവുക എന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ എവിടെയും എത്താത്ത ആളുകളുടെ കരിയറായിട്ട് ആളുകൾ കണ്ടു തുടങ്ങിയ ഒരു കാഴ്ചപ്പാടുള്ള ഒരു സമൂഹമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്. അതായത് ലൈഫിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരാൾ എൻജിനീയറിങ് എടുക്കണം, അല്ലെങ്കിൽ മെഡിസിൻ എടുക്കണം. ഇതായിരുന്നു കേരളത്തിലൊരു ചുറ്റുപാട്. ഈ ഒരു ചുറ്റുപാടിലായിരുന്നു ഞാനും സ്കൂളിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ എനിക്ക് സയൻസിനോട് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അതായത് സയൻസ്, ഇന്നൊവേഷൻസ്, അതുപോലെയുള്ള കാര്യങ്ങളോട് ഒരു അറിയാനുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. ആൻഡ് പണ്ട് മുതലേ ഞാൻ എന്തായി തീരണം എന്ന് ചോദിച്ചാൽ ടീച്ചറായി തീരണം എന്നൊരു 8ാം ക്ലാസ് ഒക്കെ തൊട്ട് തന്നെ തീരുമാനം എടുത്തതാണ്. അങ്ങനെ +1 +2 ഒക്കെ കഴിയുന്ന സമയത്ത് ടീച്ചർ തന്നെയാവണം എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു. പ്യുവർ സയൻസിലെ ടീച്ചറാവണം. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുള്ള, അതായത് എഞ്ചിനീയറിംഗ് പോലെയുള്ള സ്ഥാപനങ്ങളിലെ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ടീച്ചറല്ല, പ്യുവർ സയൻസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്നെയാവണം എന്നുള്ളത് എനിക്ക് നിർബന്ധമായിരുന്നു. പിന്നീട് സയൻസ് പഠിക്കാനുള്ള ഏറ്റവും നല്ല കോളേജസിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു തുടങ്ങി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സയൻസിന് വേണ്ടിയിട്ടുള്ള, സയൻസ് റിസർച്ചിന് വേണ്ടിയിട്ടുള്ള കോളേജാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ബാംഗ്ലൂർ. രണ്ടാമത് നമുക്ക് നൈസർ പറയാൻ പറ്റും, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ഭുവനേശ്വറിലാണുള്ളത്. ആൻഡ് മൂന്നാമത്തെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സീറ്റും കിട്ടാൻ കമ്പാരിറ്റീവ്ലി എളുപ്പമുള്ള സ്ഥാപനമാണ് ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. സ്വാഭാവികമായിട്ടും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള IISc ബാംഗ്ലൂരിലേക്ക് തന്നെയായിരുന്നു ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം ജോയിൻ ചെയ്യാൻ വിചാരിച്ചത്. ആൻഡ് ഐസറിൽ കിട്ടിയാൽ കൊള്ളാം, അതായത് IISc കിട്ടിയിട്ടില്ല എങ്കിൽ ഐസറിൽ കിട്ടിയാൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് ഞാൻ ഒരു വർഷം കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്തുകൊണ്ട്, റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ഐസറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ വന്നിരുന്ന ഒരു ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ആർക്കും ഐസറിനെ കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല. കേരളത്തിലുള്ള അന്നത്തെ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നീറ്റ് അല്ലെങ്കിൽ JEEക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യുക, അല്ലാതെ ഐസറിന് വേണ്ടി അല്ലെങ്കിൽ സയൻസിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യുക, നല്ലൊരു കോളേജിൽ കയറുക, അങ്ങനെ ഒരു പരിപാടിയേ അന്നില്ല. എന്നാലും അന്ന് അവൈലബിൾ ആയിട്ടുള്ള JEE കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു വർഷം സ്പെൻഡ് ചെയ്തു. ഐസർ തിരുവനന്തപുരത്ത് അഡ്മിഷൻ എടുത്തു. ഐസർ തിരുവനന്തപുരത്ത് അഡ്മിഷൻ എടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം റിയലൈസ് ചെയ്യാൻ പറ്റിയത്. ഐസർ ഈസ് എ പ്ലേസ് വേർ നമ്മൾ സയൻസിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ നേരിട്ട് കാണുന്ന, സയൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇടമാണ് ഐസർ എന്ന് പറയുന്നത്. അവിടെ നമുക്കുണ്ടായിരുന്ന ലാബുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ചില ലെക്ചേഴ്സ് ആയിക്കോട്ടെ, സയൻസിനോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് കൂടുതൽ സയൻസുമായിട്ട് അടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നു അവിടെ കരിക്കുലം എല്ലാം ഉണ്ടായിരുന്നു. ഐസറിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഫിസിക്സിൽ മേജർ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. +1 +2 സമയത്ത് തന്നെ യൂട്യൂബിലൊക്കെ MITയിലെ ഒരു പ്രൊഫസർ ഉണ്ട്, പ്രൊഫസർ വാൾട്ടർ ലെവിൻ്റെ ഫിസിക്സിൻ്റെ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെക്ചേഴ്സ് കണ്ട് ഫിസിക്സിനോട് വല്ലാത്തൊരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സ് ഹു മേക്സ് ഫിസിക്സ് ബോറിംഗ് ആർ ക്രിമിനൽസ് എന്ന് പറഞ്ഞ വാൾട്ടർ ലെവി. ആ ക്ലാസ്സുകളൊക്കെ കാണുമ്പം ആക്ച്വലി രോമാഞ്ചം വരുന്ന രീതിയിലുള്ള അവതരണം. അന്ന് തൊട്ട് തന്നെ ആവുകയാണെങ്കിൽ ഒരു ഫിസിക്സ് ലെക്ചർ ആവണം, അല്ലെങ്കിൽ ഫിസിക്സിൽ ഒരു ടീച്ചർ ആവണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം +2ൽ കിട്ടിയ വേറെ അധ്യാപകരും, ഫിസിക്സ് പഠിപ്പിച്ച അധ്യാപകരും ഒരു ടീച്ചർ ആവണം എന്നുള്ള ആഗ്രഹം കൂടുതൽ ഊട്ടിയുറപ്പിക്കുക തന്നെയാണ് ചെയ്തത്. അങ്ങനെ ഐസറിലെത്തി നമുക്ക് ആദ്യത്തെ 2 വർഷം, ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ആദ്യത്തെ 2 വർഷം 4 സബ്ജക്റ്റ് ഒരുപോലെ പഠിക്കണം. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഈ 4 സബ്ജക്റ്റും ഒരുപോലെ പഠിക്കേണ്ട സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം ഐസറിലെത്തി ഫിസിക്സ് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫിസിക്സ് നമ്മൾ വിചാരിക്കുന്ന അത്ര ഈസി അല്ല എന്നും, മാത്തമാറ്റിക്കലായിട്ട് ഫിസിക്സിനെ കൂടുതൽ കാണാൻ പറ്റുന്ന ആളുകൾക്ക് മാത്രമേ ഫിസിക്സിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ ആ പോയിന്റിലാണ് മനസ്സിലാക്കുന്നത്. പാരലലി ഫിസിക്സിൻ്റെ പല ലെക്ചേഴ്സും
മാത്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കാരണം എനിക്ക് മനസ്സിലാക്കാൻ പറ്റാതെയായി. ആൻഡ് ആ സമയത്താണ് ഐസർ തിരുവനന്തപുരത്തിൽ ബയോ 111 എന്ന് പറയുന്ന ഒരു കോഴ്സ്, എവല്യൂഷണറി ബയോളജിയുടെ ഒരു കോഴ്സ്, ഡോക്ടർ ഉല്ലാസ കോടാണ്ടരാമയ്യയുടെ ആ ഒരു കോഴ്സ് വരുന്നത്. അവിടെ നമ്മൾ പഠിച്ചത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഇക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. എന്താണ് ഇവല്യൂഷൻ, കോമ്പറ്റീഷൻ, ഇക്കോളജി, പ്രിഡേഷൻ, അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അന്ന് ഉണ്ടായിരുന്ന ബയോളജി റിസർച്ച് ലാബ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഒരു എക്സ്പെരിമെൻ്റ് ഒക്കെ ഡിസൈൻ ചെയ്ത് നമ്മൾ തന്നെ എക്സ്പെരിമെൻറ്റുകൾ കണ്ടക്ട് ചെയ്ത് നമ്മൾ അനാലിസിസ് ഒക്കെ നടത്തി ഒരു പ്രൊജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി അതെല്ലാം പ്രസൻറ്റ് ചെയ്ത് അതൊരു ബയോളജി നമ്മൾ +1 +2 പഠിച്ചതല്ലാത്ത ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ചിൽ ബയോളജി അന്ന് തൊട്ട് കാണാൻ സാധിച്ചു തുടങ്ങി. അപ്പം പതുക്കെ ഡ്യൂറിങ് ഐസർ ഡേയ്സ് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഫിസിക്സിനോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഫിസിക്സ് മനസ്സിലാക്കാൻ ഒരു സാധിക്കാത്തൊരു ഘട്ടം വരികയും അതിൻ്റെ കൂടെ തന്നെ ബയോളജിയിലുള്ള ഇൻട്രസ്റ്റ് ഡീപ്പായി തുടങ്ങുകയും ചെയ്തു. അങ്ങനെ 2 വർഷങ്ങൾ കഴിഞ്ഞു. 2ാമത്തെ വർഷം അവസാനമാകുമ്പോൾ നമുക്കൊരു മേജർ സബ്ജക്റ്റ് ചൂസ് ചെയ്യണം, ഒരു മൈനർ സബ്ജക്റ്റും ചൂസ് ചെയ്യണം. ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ബയോളജി മേജർ സബ്ജക്റ്റ് ആയിട്ടും ആൻഡ് അതിൻ്റെ കൂടെ പണ്ടത്തെ ഇഷ്ടമാണെങ്കിലും അത് വിടാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഫിസിക്സ് മൈനർ സബ്ജക്റ്റുമായിട്ടും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അവിടെയും ഐസറിൻ്റെ അകത്തുള്ളൊരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. നമുക്ക് 2 സബ്ജക്റ്റ്, അത് വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റ് ആയിക്കോട്ടെ, നമുക്ക് മേജറും മൈനറും ഒരുമിച്ച് എടുക്കാൻ സാധിക്കും. അങ്ങനെ മേജർ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മേജർ പ്രൊജക്റ്റ് എന്താണെന്നൊക്കെ പല ആളുകൾക്കും പല ഡൗട്ടുകളും ഉണ്ടായിരിക്കും. ഇനി എന്താണ് ഒരു വർഷം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളൊരു റിസർച്ച് പ്രൊജക്റ്റാണ് മേജർ പ്രൊജക്റ്റിൻ്റെ സമയത്ത് ചെയ്യുന്നത്. നമുക്ക് തിയറി ക്ലാസ്സുകളില്ല, ലെക്ചേഴ്സ് ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് നമ്മൾ ലാബിൽ, അല്ലെങ്കിൽ അത് വർക്ക് ഡിപ്പെൻഡ് ആയിട്ടുണ്ടായിരിക്കും. അതായത് തിയറി വർക്ക് ആണെന്നുണ്ടെങ്കിൽ തിയറി ആൻഡ് പ്രാക്ടിക്കലാണ്, വെറ്റ് ലാബ് ആണെന്നുണ്ടെങ്കിൽ ലാബിലായിരിക്കണം. ഞാൻ പകുതി സമയം ലാബിൻ്റെ അകത്തും പകുതി സമയം ഫീൽഡ് വർക്കിലൊക്കെ ആയിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരുന്നു എൻ്റെത്. ആൻഡ് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണ് ഫൈനൽ ഇയറിൽ അല്ലെങ്കിൽ 5ാമത്തെ ഇയറിൽ ഐസറിൽ നടക്കുന്ന ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രൊജക്റ്റ് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു ധാരണ വേണമെങ്കിലോ, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി ഒരു വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന കാര്യം എന്നറിയണമെങ്കിലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ 5ാമത്തെ വർഷത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞ് ഐസറിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തു. ഐസറിൽ നിന്നും ഗ്രാജുവേറ്റ് ചെയ്തതിന് ശേഷം നീറ്റ് ആസ്പിറൻസിനെ കോച്ച് ചെയ്യുന്ന കോച്ചിങ് സെൻറ്ററിൽ ഒരു ടീച്ചറായിട്ട് അഥവാ ഒരു ട്യൂട്ടറായിട്ടാണ് ഞാൻ പ്രവേശിക്കുന്നത്. കേരളത്തിലെ പ്രമുഖമായിട്ടുള്ള 3 കോച്ചിങ് സെൻറ്റേഴ്സിൽ ഞാൻ 4 വർഷം ജോലി ചെയ്തു. അപ്പോഴൊക്കെ പലപ്പോഴും എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നീറ്റിന് വേണ്ടിയിട്ടുള്ള ആസ്പിറൻസ് ആണ്. ഞാൻ ആ 4 വർഷങ്ങളിൽ പഠിപ്പിച്ച കുറച്ച് കുട്ടികൾക്കെങ്കിലും ഐസറിനെ കുറിച്ച് ചെറിയ ധാരണ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഐസറിൽ നിന്നുള്ള ഗ്രാജുവേറ്റ് ആണ് എന്നൊക്കെ അറിയുന്ന സമയത്ത് ഐസറിനോടൊക്കെ താല്പര്യമുള്ള കുട്ടികൾ നമ്മളോട് അടുത്ത് വന്ന് ചോദിക്കും, എന്താണ് ഐസർ, എന്താണ് ഐസറിൽ, എങ്ങനെയാണ് ഐസറിലേക്ക് എത്തുക, ഐസർ കഴിഞ്ഞാലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്താണ്. അങ്ങനെ കുറച്ച് പെർസെൻറ്റേജ് ഓഫ് കുട്ടികൾ കാണുകയെങ്കിലും ഈ ഐസറിനെ കുറിച്ച് ആളുകൾക്ക് മനസ്സിലാക്കാനുള്ള താല്പര്യമുണ്ട് എന്നുള്ളതൊക്കെ എനിക്ക് ആ ഒരു സമയത്ത് മനസ്സിലായി. അപ്പം ഞാൻ ആലോചിച്ച കാര്യമാണ്, ഇവിടെ കേരളത്തിൽ ഒരുപാട് കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്. 2 കോഴ്സുകൾക്ക് മാത്രമേ കോച്ചിങ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള എക്കോസിസ്റ്റം കേരളത്തിലുള്ളൂ. സയൻസ് നല്ലപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ് എങ്കിൽ ഒന്നെങ്കിൽ ആ കുട്ടി എൻജിനീയർ ആയിക്കൊള്ളണം, അല്ലെങ്കിൽ ആ കുട്ടി മെഡിസിൻ അതിന് പോയിക്കൊള്ളണം. ആൻഡ് ഈവൻ ഒരു കുട്ടികൾക്ക് പോലും ഇതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ള അവയർനെസ് ഇല്ല. അല്ലെങ്കിൽ ഐസറിനെ കുറിച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ആണ് ഐസർ എന്ന് പറയുന്നത് എന്ന് പോലും അറിയാത്ത കുട്ടികളാണ് എൻ്റെ മുന്നിൽ അന്ന് 4 വർഷമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരുന്ന കുട്ടികൾ. വളരെ മൈനോറിറ്റി ആയിട്ടുള്ള കുട്ടികൾക്ക് മാത്രമേ ഐസറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യം അറിയുള്ളൂ. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇവിടെ സയൻസ് പെർസ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, റിസർച്ചിൽ ഒരു കരിയർ ബിൽഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഐസർ പോലെയുള്ള, നൈസർ പോലെയുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ലോകത്തിലെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റീസിലൊന്നാണ് നമ്മുടെ ബാംഗ്ലൂരുള്ള IISc എന്ന് പറയുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പഠിക്കണം എന്ന്
ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഒരു അവയർനെസ് ഇവിടെ ഇല്ല. പ്രോപ്പറായിട്ടുള്ള കോച്ചിങ് ഇല്ല, പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പ് ഇല്ല, അതിനെക്കുറിച്ച് ധാരണയില്ല. അതിൻ്റെ എക്സാമിൻ്റെ പാറ്റേൺ പോലും, അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ ഒരു സബ്ജക്റ്റിൽ നിന്നുമാണ് 4 സബ്ജക്റ്റിൽ നിന്നുമാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ള പാറ്റേൺ പോലും അറിയാത്ത കുട്ടികളെ ഞാൻ ഒരുപാട് കണ്ടു. അന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ച കാര്യമാണ്, എന്തുകൊണ്ടാണ് ഈ കുട്ടികൾ നീറ്റ് ജെഇ എന്ന് പറയുന്ന ഈ 2 പരീക്ഷകൾക്ക് വേണ്ടി മാത്രം ഒതുങ്ങി പോകുന്നത്? അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. സയൻസ് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ 2 കോഴ്സും മാത്രമേ കേരളത്തിലുള്ള ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ഒരു അവയർനെസ്സും വേറെ എക്സാംസിനെ കുറിച്ചോ IAS കുറിച്ചോ ഐസറിനെ കുറിച്ചോ ഒന്നും തന്നെ ഇല്ല. അതുമാത്രമല്ല, അങ്ങനെയുള്ള സ്റ്റുഡൻസിനെ നേർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എക്കോ സിസ്റ്റവും കേരളത്തിലില്ല. അന്നാണ് ഞാനൊരു കാര്യം റിയലൈസ് ചെയ്തത്, അങ്ങനെ ഒരു എക്കോ സിസ്റ്റം ഇല്ല എങ്കിൽ മേ ബി ഐ ഷുഡ് ബിൽഡ് ഇറ്റ്. അങ്ങനെ 4 വർഷത്തെ ടീച്ചിങ്, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ടീച്ചിങ്ങിന് ശേഷം ഞാൻ ജോലി ക്വിറ്റ് ചെയ്തു. അതിനുശേഷം ക്രിസ്പർ ലേണിംഗ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്തു. ക്വിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 0-ൽ എത്തി നിൽക്കുകയായിരുന്നു. ആ 0-ൽ നിന്നുമാണ് നമ്മൾ കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തത്. ഓരോ ആഴ്ചയും വീഡിയോസ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബയോളജി പഠിപ്പിക്കുക എന്ന് പറയുന്ന ആ കാര്യമാണ് ഞാൻ യൂട്യൂബ് വീഡിയോസ് ആക്കി ചെയ്തുകൊണ്ടിരുന്നത്. അതിനുശേഷം 2ാമത്തെ ഘട്ടത്തിലേക്ക് കടന്നു. അതായത് കൂടുതൽ അവയർനെസ് ഐസറിനെ കുറിച്ച് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അവയർനെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, എത്ര ഐസറുകളുണ്ട്, ഞാൻ പഠിച്ച ഐസറിലുള്ള അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള വീഡിയോസ് ചെയ്തു. അതുപോലെ തന്നെ ഐസർ തിരുവനന്തപുരത്തിൻ്റെ എൻ്റെ ഐസറിൻ്റെ ക്യാമ്പസിലേക്ക് ഞാൻ പോയി അവിടുത്തെ ക്യാമ്പസ് ടൂറുകൾ ചെയ്തു. അപ്പം സ്വാഭാവികമായിട്ടും ഐസറിന് വേണ്ടി ഐസർ ആസ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിലേക്ക് പതുക്കെ വീഡിയോസ് എത്താൻ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ആ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കോച്ചിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളൊരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തു. ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒരു സീരിയസ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ക്ലാസ്സുകളാണ്. ഞാൻ ആസ് എ ബയോളജി ടീച്ചർ ആൻഡ് 4-5 വർഷമായിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാൾ ആൻഡ് എൻ്റെ നെറ്റ്വർക്കിലുള്ള നമ്മുടെ കൊളീഗ്സ് ഇതെല്ലാം വെച്ചിട്ട് ക്ലാസ് ഹൈ ക്വാളിറ്റിയിൽ തന്നെ ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രശ്നമില്ലാത്ത കാര്യമായിരുന്നു. 2ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ചോദ്യങ്ങളുടെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിൽ, മിമിക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ട് അതിനുശേഷം ഒരു മോക്ക് ടെസ്റ്റ് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിലൊരു ഇൻ്റർഫേസ് ഡെവലപ്പ് ചെയ്യണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ CRISPRlearning.com എന്ന് പറഞ്ഞ വെബ്സൈറ്റ് തുടങ്ങി. അതിൽ എല്ലാവർക്കും 12 മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് വെച്ചു. പിന്നെ 3ാമത്തെ കാര്യം വേണ്ടിയിരുന്നത്, നമ്മൾ ക്ലിയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എക്സാം ഓൾറെഡി ക്ലിയർ ചെയ്ത ആളുകളുടെ മെൻറ്റർഷിപ്പ് ആയിരുന്നു. അപ്പം ഓൾറെഡി യൂട്യൂബ് ചാനലൊക്കെ ഗ്രോ ചെയ്ത് വന്ന സമയത്ത് നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു, ഒരു ടെലിഗ്രാം കമ്മ്യൂണിറ്റി. ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഓൾറെഡി ഐസറിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അവരെ ഞാൻ നമ്മളുടെ ടീമിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഈ കുട്ടികൾക്ക്, ഈ ക്രാഷ് കോഴ്സിന് വേണ്ടി വരുന്ന കുട്ടികൾക്ക് റൈറ്റ് മെൻറ്റർഷിപ്പ് കൊടുക്കാൻ പറ്റിയ കാൻഡിഡേറ്റ്സിനെ നമ്മൾ ചൂസ് ചെയ്തതിന് ശേഷം ഇവർക്ക് വേണ്ട മെൻറ്റർഷിപ്പും ആ ഒരു 40-50 ദിവസത്തെ ക്രാഷ് കോഴ്സിന് നൽകി. ആൻഡ് ഈ ഐസറിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സിൽ എന്താ സംഭവിച്ചതെന്നറിയോ? ആദ്യമായിട്ട് ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിയ, അതായത് റിപ്പീറ്റ് ഒന്നും ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് എഴുതിയ 2 സ്റ്റുഡൻസിന്, ആദിൽ ആൻഡ് ശ്രീനന്ദ, ആദ്യത്തെ വർഷം തന്നെ ഐസറിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റി. ആദിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐസർ കൊൽക്കത്തയിലാണ് ആൻഡ് ശ്രീനന്ദ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഐസർ തിരുവനന്തപുരത്താണ്. ആൻഡ് ഈ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ വെറുതെ കുറച്ച് ക്ലാസ്സുകൾ കൊടുത്ത് എക്സാം കൊടുത്ത് ആൻഡ് മെൻറ്റർഷിപ്പ് കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പല കുട്ടികളും കൺഫ്യൂഷൻസുമായിട്ടാണ് നമ്മളുടെ ക്രാഷ് കോഴ്സിലേക്ക് എൻ്റർ ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഐസറിനെ കുറിച്ച് ആരും സംസാരിക്കാത്തത് കൊണ്ട് തന്നെ അവർ പലപ്പോഴും ഐസർ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു സ്ഥാപനം എനിക്കൊരു റൈറ്റ് ഫിറ്റ് ആണോ, ഐസറിന് ശേഷം ഒരുപാട് ജോലി സാധ്യതകളൊക്കെ ഉണ്ടോ, ഐസറിന് ശേഷം പ്ലേസ്മെൻ്റ് ഉണ്ടോ, അങ്ങനെ ഒരുപാട് സംശയങ്ങൾ കൊണ്ടാണ് ഈ ഒരു ക്രാഷ് കോഴ്സിലേക്ക് എൻറോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ 40 ദിവസം നീണ്ടു നിൽക്കുന്ന ലെക്ചേഴ്സിൻ്റെ ഇടയിൽ 6 സയൻറ്റിസ്റ്റുകളെ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഈവൻ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റുകളെയൊക്കെ ഈ കുട്ടികളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം
ഈ കുട്ടികളുമായിട്ടുള്ള ഇൻ്ററാക്ഷൻസിലൂടെ അവർ എങ്ങനെയാണ് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ എത്തിയത്, എന്താണ് എത്താനുള്ള ഓരോരോ സ്റ്റേജുകൾ, കടമ്പകൾ, എന്ത് കോൺട്രിബ്യൂഷനാണ് ഐസർ അവരെ PhDയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങൾ, എത്രയാണ് അവരുടെ ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത്, ഇതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്ത ആളുകളുമായിട്ടുള്ള സയൻറ്റിസ്റ്റുകളുമായിട്ടുള്ള ഒരു നെറ്റ്വർക്ക് അവർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. ആൻഡ് ഈ മീറ്റിങ്ങിൽ സ്റ്റുഡൻസിനെ മാത്രമല്ല, സ്റ്റുഡൻസിൻ്റെ പാരൻസിനെയും നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു. അപ്പം സ്റ്റുഡൻസിനും അതുപോലെ തന്നെ പാരൻസിനും ഒരു കോൺഫിഡൻസ് നമുക്ക് കൊടുക്കാൻ പറ്റി. ഐസർ സയൻസും റിസർച്ചും ആണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഐസർ, IISc ആൻഡ് നൈസർ ഇതാണ് ബെസ്റ്റ് പ്ലേസ്. അങ്ങനെ ഒരു താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഐസറിൽ തന്നെയാണ് പോകേണ്ടത് എന്നുള്ളൊരു കോൺഫിഡൻസും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ ക്രാഷ് കോഴ്സിന് ഒരുപാട് ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും 2 ആളെ ഡയറക്റ്റ്ലി നമുക്ക് ഐസറിലേക്ക് എത്തിക്കാൻ പറ്റിയാലും ഞാൻ പേഴ്സണലി കാണുന്ന ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് സയൻസ് എന്ന് പറയുന്ന ഒരു സ്വപ്നം കൊടുക്കാൻ പറ്റി, അതൊരു റിയാലിറ്റി ആക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും ബിൽഡ് ചെയ്യാൻ പറ്റി. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്ന ആളുകളുടെയൊക്കെ സംസാരങ്ങളും അവരുടെ ഇൻ്ററാക്ഷൻസും അവർ ഒരുപാട് രീതിയിൽ ഇൻസ്പയറും ചെയ്തു. സോ ഞാൻ ക്രിസ്പറിനെ കാണുന്നത് മോർ ദാൻ ആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഒരു കമ്മ്യൂണിറ്റി ആയിട്ടാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി വേർ ആ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് സയൻറ്റിസ്റ്റ് ആവാനും അതുപോലെ തന്നെ ലോകത്തിൽ ആളുകൾ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്ത് റെവല്യൂഷൻസ് ആൻഡ് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സയൻറ്റിസ്റ്റായി മാറാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ കമ്മ്യൂണിറ്റി. നമ്മൾ കേരളത്തിൽ ഒരുപാട് ഡോക്ടേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് എൻജിനീയേഴ്സിനെയും സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് സയൻറ്റിസ്റ്റുകളെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്.